അതുകൊണ്ട് ഈ ജനവിധിയെ അങ്ങേയറ്റത്തെ ആദരവോടെയും വിനയത്തോടെയും സ്വീകരിക്കും. പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇതുപോലൊരു വിധിയാണ് വന്നിട്ടുള്ളത്. ഏറെക്കുറെ അതിൻ്റെ ഒരു ആവർത്തനം, പൂർണ്ണമായിട്ടല്ലെങ്കിലും ഏറെക്കുറെ ഒരു ആവർത്തനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഇതിനു മുമ്പ് 91-ലും 84-ലും ഒക്കെ ഓരോ സീറ്റാണ് LDF ജയിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ദേശീയ തലത്തിലൊരു വലിയ മാറ്റമുണ്ടായപ്പോൾ കേരളത്തിൽ അന്ന് 20-ലും ഇടതുപക്ഷം പരാജയപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് വളരെ അസാധാരണമായിട്ടുള്ള ഒരു വിധിയാണ് എന്നല്ല, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടായതുപോലെ തന്നെയാണ്. ആ തെരഞ്ഞെടുപ്പിലെ വിധിയെ ഞങ്ങൾ ആഴത്തിൽ പരിശോധിച്ചു, വിശകലനം നടത്തി, അതിൻ്റെ കാരണങ്ങൾ കണ്ടെത്തി, അത് പരിഹരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. തുടർന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയത്തോടെ തിരിച്ചു വന്നു. അപ്പോൾ ജനാധിപത്യത്തിലും തെരഞ്ഞെടുപ്പുകളിലും ഇതൊക്കെ സ്വാഭാവികമായ ഒന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരമാധികാരികൾ ജനങ്ങളാണ്. ജനങ്ങളുടെ വിധിയെ, ഏത് വിധിയാണെങ്കിലും അത് അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും വിനയത്തോടെയും ആദരവോടെയും സ്വീകരിക്കുക എന്നതാണ് ചെയ്യാനുള്ളത്. ഈ തൃശ്ശൂരിൽ BJPക്ക് വലിയ ഭൂരിപക്ഷം കിട്ടുന്ന ഒരു സ്ഥിതിയിലേക്ക് വരുന്നു. നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ കൂടുതൽ വിശകലനങ്ങൾ നടത്തുമ്പോഴേ അറിയാൻ പറ്റുക. പക്ഷെ അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒന്നാണ്. പ്രത്യേകിച്ച് ദേശീയ തലത്തിൽ BJPക്ക് തിരിച്ചടി ഉണ്ടാവുമ്പോൾ തൃശ്ശൂരിൽ BJPക്ക് വിജയിക്കാവുന്നൊരു സ്ഥിതി ഉണ്ടായി എന്നത് വളരെ അസാധാരണവും വിചിത്രവുമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അടിയന്തരാവസ്ഥയെ ഓർമ്മിപ്പിക്കുന്നു ഈ വിധിയിൽ. അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടു, കോൺഗ്രസിന് ദേശീയ തലത്തിൽ സമ്പൂർണ്ണമായ പരാജയമുണ്ടായി. പക്ഷേ കേരളത്തിൽ 20 സീറ്റും ജയിച്ചു. അതിനെ ഓർമ്മിപ്പിക്കുന്നു ഇപ്പോഴത്തെ വിധി എന്ന് പറയാനുള്ള കാരണം അതാണ്. ബാക്കി നമ്മൾ എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ചർച്ച ചെയ്തിട്ട് ആണല്ലോ പറയാൻ പറ്റുന്നത്. അത് പിന്നെ പാർട്ടിയും LDF ഒക്കെ അത്തരം കാര്യങ്ങൾ പിന്നീടല്ലേ വിലയിരുത്തുന്നത്. ഈ ഘട്ടത്തിൽ പ്രാഥമികമായിട്ട് ഇത്രയും നമുക്ക് മൈനോറിറ്റി കൺസോളിഡേഷൻ സർക്കാരിനെതിരാണ്.